മൂലദ്രാവിഡ ഭാഷാവാദം. മൂലദ്രാവിഡം എന്ന് പേരായ പൊതുവായ ഭാഷയിൽ നിന്നും തമിഴ്, തെലുങ്ക്, കന്നഡം എന്നീ ദ്രാവിഡ ഭാഷകൾ വേർപെട്ടു പോയതുപോലെ സ്വതന്ത്രമായി മലയാളവും ഉരുത്തിരിഞ്ഞു എന്ന വാദമാണ് മൂലദ്രാവിഡ ഭാഷാവാദം. തമിഴും മലയാളവും തമ്മിൽ സഹോദര ബന്ധമാണ് പ്രസ്തുത വാദക്കാർ കൽപ്പിക്കുന്നത്. പൂർവ്വ ദ്രാവിഡത്തെ ഒരു വൃക്ഷമായി കരുതിയാൽ തമിഴ്, തെലുങ്ക്, കർണാടകം തുടങ്ങിയ ശാഖകൾ പോലെ തായ്തടിയിൽ നിന്നു നേരെ വികസിച്ചു വന്ന ഒരു സ്വതന്ത്ര ശാഖയാണ് മലയാളം. തായ്തടിയിൽ പൂർവ്വ ദ്രാവിഡത്തോടാണ് ശാഖാഭാഷകൾക്കെല്ലാം നേരിട്ടുള്ള ബന്ധം. അതിനാൽ ശാഖാവാദം എന്നും ഇതിനെ വിളിക്കാം. നെക്സ്റ്റ് ഗുണ്ടേട്ട്. മൂലദ്രാവിഡ ഭാഷാവാദത്തിലെ ഗുണ്ടേട്ട്. ഓക്കെ. മലയാള ഭാഷയെ സംബന്ധിച്ച് ശാസ്ത്രീയമായ ഗവേഷണം ആദ്യം നടത്തിയത് ഡോക്ടർ ഗുണ്ടേട്ടാണ്. 1851 പ്രസിദ്ധീകരിച്ച മലയാള ഭാഷാ വ്യാകരണത്തിന്റെ ആദ്യ ഭാഗത്തിലും 1872 പ്രസിദ്ധപ്പെടുത്തിയ മലയാളം ഇംഗ്ലീഷ് നിഘണ്ടുവിന്റെ ആമുഖത്തിലുമാണ് അദ്ദേഹം ഭാഷോൽപത്തിയെ സംബന്ധിക്കുന്ന തന്റെ നിരീക്ഷണങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ളത്. മലയാള ഭാഷാ വ്യാകരണത്തിൽ അദ്ദേഹം ഇങ്ങനെ എഴുതുന്നു: മലയാള ഭാഷ ദ്രമിളം എന്നുള്ള തമിഴിന്റെ ഒരു ശാഖയാകുന്നു. അത് തെലുങ്ക്, കർണാടകം, തുളു, കുടക് മുതലായ ശാഖകളെക്കാൾ അധികം തമിഴരുടെ സൂത്രങ്ങളോട് ഒത്തുവരികയാൽ ഉപഭാഷയത്രേ. എങ്കിലും ബ്രാഹ്മണർ ഈ കേരളത്തെ അടക്കിവാണ് അനാചാരങ്ങളെ നടപ്പാക്കി നാട്ടിലെ ശൂദ്രരുമായി ചേർന്ന് പോയതിനാൽ സംസ്കൃത ശബ്ദങ്ങളും വാചകങ്ങളും വളരെ നുഴഞ്ഞു വന്ന് ഭാഷയുടെ മൂലരൂപത്തെ പല വിധത്തിലും മാറ്റിയിരിക്കുന്നു. ഇവിടെ ദ്രമിളം എന്ന പദം കൊണ്ട് തമിഴ്, തെലുങ്ക്, കർണാടകം, മലയാളം എന്നിവ വിഭജിക്കപ്പെടുന്നതിന് മുമ്പുണ്ടായിരുന്ന ഭാഷയെ, മൂലദ്രാവിഡ ഭാഷയെ ആണ് ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് മൂലദ്രാവിഡ ഭാഷാവാദക്കാർ അഭിപ്രായപ്പെടുന്നു. മലയാളം ഇംഗ്ലീഷ് നിഘണ്ടുവിന്റെ ആമുഖത്തിൽ ഗുണ്ടേട്ട് പറയുന്നത് ഇപ്രകാരമാണ്: മലയാള ശബ്ദങ്ങളെയും തമിഴ് ശബ്ദങ്ങളെയും വേർതിരിച്ചുകൊണ്ട് ഒരു അതിർത്തി രേഖ വരയ്ക്കുക പ്രയാസമാണ്. ഈ രണ്ടു പ്രാചീന ഭാഷകളും പ്രത്യേക ഭാഷകൾ എന്നതിനേക്കാൾ ദ്രാവിഡ ഗോത്രത്തിൽപ്പെട്ട ഒരേ ഭാഷയുടെ ഉപഭാഷകൾ എന്ന നിലയിലാണ് വിഭിന്നങ്ങളായത്. ഇപ്രകാരം മൂലദ്രാവിഡ ഭാഷാവാദത്തെ പിന്താങ്ങുന്ന അഭിപ്രായമാണ് ഗുണ്ടർട്ടിൽ കാണുന്നത്. ആറ്റൂർ കൃഷ്ണ പിഷാരടി. സ്വതന്ത്രതാവാദം. ആറ്റൂർ കൃഷ്ണ പിഷാരടി സ്വതന്ത്രതാവാദം. മൂലദ്രാവിഡ ഭാഷകളുടെ ഒരു സ്വതന്ത്ര ശാഖയാണ് മലയാളം എന്ന അഭിപ്രായം പ്രബലമായ ഒരു അടിസ്ഥാനത്തിൽ ആദ്യമായി അവതരിപ്പിച്ചത് ആറ്റൂർ കൃഷ്ണ പിഷാരടിയാണ്. കേരള ഭാഷാ ചരിത്രം എന്ന ഗ്രന്ഥത്തിലും മലയാള ഭാഷയും സാഹിത്യവും ഒരു പഠനം എന്ന പ്രബന്ധത്തിലും സ്വതന്ത്രതാവാദം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കർണാടകം, തെലുങ്ക്, തമിഴ് മുതലായ ഭാഷകളെ പോലെ പൂർവ്വ ദ്രാവിഡത്തിൽ നിന്നും നേരിട്ടുത്ഭവിച്ചതാണ് മലയാളം എന്നതാണ് സ്വതന്ത്രതാവാദത്തിന്റെ അന്തസത്ത. പൂർവ്വ ദ്രാവിഡത്തിന്റെ ഒരു സ്വതന്ത്ര ശാഖയാണ് തമിഴെങ്കിൽ അതുപോലെ തന്നെ തികച്ചും സ്വതന്ത്രമായ മറ്റൊരു ശാഖയാണ് മലയാളം എന്നു സ്വതന്ത്രതാവാദികൾ വിശ്വസിക്കുന്നു. ആറ്റൂരിന്റെ അഭിപ്രായം അനുസരിച്ച് ദ്രാവിഡ ഭാഷകൾക്കെല്ലാം കൂടി ഒരു മൂലഭാഷ ഉണ്ടായിരുന്നു. അതിനെ മുത്തമിഴ് എന്നാണ് വിളിച്ചിരുന്നത്. ഇന്ന് തമിഴ് എന്നറിയപ്പെടുന്ന ഭാഷ മൂലദ്രാവിഡ ഭാഷയുടെ ഒരു ശാഖ മാത്രമാണ്. ഓക്കെ. ഇന്ന് തമിഴ് എന്നറിയപ്പെടുന്ന ഭാഷ മൂലദ്രാവിഡ ഭാഷയുടെ ഒരു ശാഖ മാത്രമാണ്. ആ ശാഖയുടെ വിശേഷ പേർ ചെന്തമിഴ് എന്നാകുന്നു. പ്രാദേശിക ദ്രാവിഡ ഭാഷകളെയെല്ലാം തമിഴ് എന്ന് വിളിച്ചിരുന്നതിന് തെളിവാണ് മലനാട്ടു തമിഴ്, തെലുങ്കുനാട്ടു തമിഴ്, കരിനാട്ടു തമിഴ് എന്നീ പ്രയോഗങ്ങൾ. ലീലാതിലകത്തിലെ തമിഴ് ശബ്ദത്തിന് മലയാള ഭാഷ എന്നാണ് അർത്ഥം. ചുരുക്കത്തിൽ ആദ്യകാലത്ത് ദ്രാവിഡമായതിനെല്ലാം പറഞ്ഞു വന്നിരുന്ന വാക്കാണ് തമിഴ് എന്നും ആ ശബ്ദം കൊണ്ടാണ് അന്നത്തെ ദ്രാവിഡ ജനങ്ങൾക്കെല്ലാം കൂടിയുള്ള ഭാഷയായ മൂലദ്രാവിഡ ഭാഷയെ സൂചിപ്പിച്ചിരുന്നതെന്നും കരുതാം. മലദ്രാവിഡ ഭാഷയായ മുത്തമിഴിന് ദേശഭേദമനുസരിച്ച് വ്യത്യാസം വന്ന് പല ശാഖകളായി പിരിഞ്ഞു. ഭൂമിശാസ്ത്രപരവും സാമൂഹികവും സാംസ്കാരികവുമായ പ്രത്യേകതകളുടെ ഫലമായി മൂലദ്രാവിഡ ഭാഷ സംസാരിക്കപ്പെടുന്ന ദേശങ്ങളിൽ അവ സ്വതന്ത്ര ഭാഷകളായി വളരുവാൻ തുടങ്ങി. തെലുങ്കുനാട്ട് തമിഴ് തെലുങ്കായി, കരിനാട്ടു തമിഴ് കന്നഡയായി ചുരുങ്ങി. അപ്രകാരം തന്നെയാണ് മലയാളവും ഉണ്ടായതെന്ന് ആറ്റൂർ വാദിക്കുന്നു.
മൂലദ്രാവിഡ ഭാഷ മുത്തമിഴ്. ഓക്കെ, മൂലദ്രാവിഡ ഭാഷ മുത്തമിഴ്, അത് 4 ആയിട്ടുണ്ട്. മലനാട്ടു തമിഴ്, ചെന്തമിഴ്, കരിനാട്ടു തമിഴ്, തെലുങ്കുനാട്ടു തമിഴ്. മലനാട്ടു തമിഴാണ് മലയാളം, ചെന്തമിഴാണ് തമിഴ്, കരിനാട്ടു തമിഴാണ് കന്നഡം, തെലുങ്കുനാട്ടു തമിഴാണ് തെലുങ്ക്. ഓക്കെ, ആറ്റൂരിന്റെ വാദമുഖങ്ങളെ ഇപ്രകാരം സംഗ്രഹിക്കാം. ദ്രാവിഡ മൂലഭാഷയായ മുത്തമിഴ് ദ്രാവിഡ പ്രദേശങ്ങളിലെല്ലാം സാമാന്യേന പ്രചരിച്ചിരുന്നു. മൂലദ്രാവിഡ ഭാഷാ ശാഖകളായി പിരിഞ്ഞപ്പോഴുണ്ടായ കേരളത്തിലെ ദ്രാവിഡ ശാഖയെ മൂലദ്രാവിഡ ഭാഷയുടെ പേരായ തമിഴ് സംജ്ഞ കൊണ്ടു വ്യവഹരിച്ചിരുന്നു. മലയാളത്തിലെ പദാന്ത അകാരം തമിഴിലെ ഐകാരത്തെക്കാൾ പ്രാചീന ഭാഷാ സ്വഭാവം കൂടുതൽ വിശ്വാസ്യമായി നിലനിർത്തുന്നു. ഇതിന് ഉദാഹരണമായി തൊൽക്കാപ്യത്തിലെയും നന്നൂലിലെയും സൂത്രങ്ങൾ ആറ്റൂർ ചൂണ്ടിക്കാണിക്കുന്നു. പുരുഷ പ്രത്യയങ്ങൾ ചേർന്നവയും ചേരാത്തവയുമായ ക്രിയകൾ പൂർവ്വ ദ്രാവിഡത്തിലുണ്ടായിരുന്നവയിൽ പുരുഷ പ്രത്യയം ചേർന്നവ തമിഴും ചേരാത്തവ മലയാളവും നിലനിർത്തുന്നു. തമിഴായി കൊണ്ടറിയിക്കുന്നേൻ എന്നു തുടങ്ങിയ പ്രാചീന പ്രയോഗങ്ങളിലെ തമിഴിന് ഭാഷ എന്നാണ്, ചെന്തമിഴ് എന്നല്ല അർത്ഥം. ഓക്കെ, ഗൃഹ്യപദങ്ങളിലെ സാദൃശ്യം ഭാഷോൽപത്തിവാദത്തിന് തെളിവല്ല. പ്രാചീന കൃതികളിലെ തമിഴ് അതിപ്രസരത്തിന് അവയുടെ ഉൽപ്പത്തി ദേശത്തിലെ ഭാഷാ സവിശേഷതകളാണ് കാരണം. അവയിൽ അധികം എണ്ണത്തിന്റെയും രചയിതാക്കൾ ദക്ഷിണ കേരളീയരായിരുന്നു. അവരുടെ മാതൃഭാഷ തമിഴായിരുന്നു. ദക്ഷിണ കേരളം തമിഴരുടെ ആക്രമണത്തിനും അധീശത്വത്തിനും നിരന്തരം വിധേയമായിരുന്നു. ആറ്റൂരിന്റെ യുക്തികളോട് വിയോജിക്കുന്ന പണ്ഡിതന്മാരുണ്ട്. എങ്കിലും അദ്ദേഹത്തിന്റെ നിഗമനത്തെ ഡോക്ടർ KM ജോർജ്, ഡോക്ടർ ഗോദവർമ്മ, ചേലനാട്ട് അച്യുത മേനോൻ എന്നിവർ അനുകൂലിക്കുന്നു. ഉള്ളൂർ S പരമേശ്വരയ്യർ മലയാളം മൂലദ്രാവിഡ ഭാഷയുടെ സ്വതന്ത്ര ശാഖയാണ് എന്ന വാദം ഉള്ളൂർ കേരള സാഹിത്യ ചരിത്രത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പഴന്തമിഴ് എന്ന് ഉള്ളൂർ നാമകരണം ചെയ്ത മൂലദ്രാവിഡ ഭാഷ കാലാന്തരത്തിൽ ഉത്തര ദ്രാവിഡം എന്നും ദക്ഷിണ ദ്രാവിഡം എന്നും 2 ശാഖകളായി പിരിഞ്ഞെന്ന് ഉള്ളൂർ പറയുന്നു. ഇവയിൽ ഉത്തര ശാഖയിൽ പെട്ട ഭാഷകളാണ് കർണാടകവും തെലുങ്കും. ഉത്തര ദ്രാവിഡം കന്നഡം എന്നും തെലുങ്കെന്നും 2 പിരിഞ്ഞപ്പോൾ ചേര, ചോള, പാണ്ഡ്യ രാജാക്കന്മാരുടെ ഭരണത്തിൻ കീഴിൽ ദക്ഷിണ ദ്രാവിഡ ഭാഷ കൂടുതൽ വികസിക്കുകയാണ് ഉണ്ടായത്. BC 3-ാം നൂറ്റാണ്ടോടെ ദക്ഷിണ ദ്രാവിഡ ശാഖയിൽ സാഹിത്യം ആവിർഭവിച്ചു. അപ്പോൾ അതിനുവേണ്ടി വ്യാകരണ ശാസ്ത്ര നിബന്ധമായ ചെന്തമിഴ് എന്ന കൃത്രിമ ഗ്രന്ഥ ഭാഷ പണ്ഡിതന്മാർക്ക് വ്യവസ്ഥാപനം ചെയ്യേണ്ടി വന്നു. അതിനു മുമ്പ് പശ്ചിമഘട്ടത്തിനു കിഴക്കും പടിഞ്ഞാറുമുള്ള പ്രദേശങ്ങളിൽ ഒരേ ഭാഷ ദക്ഷിണ ദ്രാവിഡം തന്നെയായിരുന്നു സംഭാഷണത്തിന് ഉപയോഗിച്ചു വന്നതെങ്കിലും അതിന് 2 സ്ഥലങ്ങളിലും സ്വല്പം വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. കേരളത്തിലെ കൊടുന്തമിഴ് ചോളാദി ദേശങ്ങളിലെ കൊടുന്തമിഴിൽ നിന്നു ഭിന്നമായിരുന്നു. ചോളാദി ദേശങ്ങളിലെ കൊടുന്തമിഴ് ക്രമേണ ചെന്തമിഴ് നാട്ടിൽ ചെന്തമിഴിന്റെ അതിപ്രസരം ബാധിച്ച വ്യവഹാര ഭാഷയിൽ ലയിച്ചുപോയി. എന്നാൽ കേരളം വളരെ കാലത്തേക്ക് പഴയ ദക്ഷിണ ദ്രാവിഡത്തെ ചില വ്യക്തിത്വങ്ങളോടുകൂടി പുലർത്തി കൊണ്ടുപോന്നു. ആ ഭാഷ അനന്തര കാലങ്ങളിൽ ചെന്തമിഴ് നാട്ടിലെ വ്യവഹാര ഭാഷയിൽ നിന്ന് അധികം അകന്ന് ഒരു സ്വതന്ത്ര ഭാഷയായി പരിണമിച്ചു എന്നുമാണ് ഉള്ളൂരിന്റെ വാദം. ഇന്ന് തമിഴ്നാട്ടിലെ വ്യവഹാര ഭാഷയായ ഈ തമിഴ് സ്വതന്ത്രമായി രൂപപ്പെടുന്നതിന് മുമ്പ് തന്നെ മൂലദ്രാവിഡത്തിൽ നിന്നു മലയാളം വേർപിരിഞ്ഞിരുന്നു എന്ന് കേരള സാഹിത്യ ചരിത്രത്തിൽ ഉള്ളൂർ സ്ഥാപിക്കുന്നുമുണ്ട്. ഇതിനെ താഴെ കൊടുത്തിരിക്കുന്ന മലയാളത്തിന്റെ ഉൽപ്പത്തി രേഖ വഴി വെളിവാക്കാം. മൂലദ്രാവിഡ ഭാഷ 2 തിരിച്ചിട്ടുണ്ട്. ഉത്തര ദ്രാവിഡ ഭാഷയെന്നും ദക്ഷിണ ദ്രാവിഡ ഭാഷയെന്നും. ഉത്തര ദ്രാവിഡ ഭാഷയിൽ ഏതൊക്കെയാണ്? തെലുങ്ക്, കന്നഡ. ദക്ഷിണ ദ്രാവിഡ ഭാഷ ഏതൊക്കെയാണ്? തമിഴ്, മലയാളം. ഓക്കെ, മലയാളം മൂലദ്രാവിഡത്തിന്റെ സ്വതന്ത്ര ശാഖയാണ് എന്ന വാദത്തിന് ഉള്ളൂർ നടത്തിയ പഠനങ്ങളുടെ വെളിച്ചത്തിൽ രൂപപ്പെട്ട വാദങ്ങൾ ഇനി പറയുന്നവയാണ്. ആദിരിന്റെ അകാരം ഐകാരമായി തിരിന്തതു എന്ന് തൊൽക്കാപ്യം എഴുത്തധികാരം 399-ാം സൂത്രത്തിൽ കാണുന്നു. ആദ്യകാലത്ത് ശബ്ദങ്ങളുടെ ഒടുവിൽ നിന്നിരുന്ന അകാരം
പിന്നീട് തമിഴിൽ ഐകാരമായി മാറി എന്നാണ് സൂത്രാർത്ഥം. മലയാളം മല തല, തമിഴ് മലൈ തലൈ. ഇപ്രകാരം മലയാളം ഈ വിഷയത്തിൽ പൂർവ്വരൂപത്തെ നിലനിർത്തുന്നു. ആ, ഈ എന്നീ ചുട്ടെഴുത്തുകൾ തമിഴിൽ കവിതയിൽ മാത്രമേ വരൂ എന്നാണ് തൊൽക്കാപ്പ്യരുടെ അഭിപ്രായം. മലയാളത്തിൽ അവയ്ക്ക് വ്യവഹാര ഭാഷയിലും പ്രവേശനമുണ്ട്. ഇത് മലയാളത്തിന്റെ പ്രാക്തനതയ്ക്ക് തെളിവായി ഉള്ളൂർ പറയുന്നു. പൂർവകാലത്ത് തമിഴിൽ ക്രിയാപദങ്ങളോട് ലിംഗവചന പ്രത്യയങ്ങൾ ചേർക്കുക പതിവില്ലായിരുന്നു. തമിഴിൽ ഇത് പിന്നീട് വന്നു ചേർന്നതാണ്. മലയാളം അവൻ വന്നു, അവർ പോയി. തമിഴ് അവൻ വന്താൻ, അവർ പോയാർ. ഇപ്രകാരം മലയാളം ലിംഗവചന പ്രത്യയത്തിന്റെ കാര്യത്തിലും മൂലദ്രാവിഡത്തെയാണ് പിന്തുടരുന്നത്. 4ാമത്തെ പോയിന്റ്, സംഘകാലത്ത് ഉന്തു എന്നൊരു വർത്തമാന കാല പ്രത്യയം ഉണ്ടായിരുന്നു എന്നും ആ പ്രത്യയം പരണർ, കോവൂർ കീഴാർ, നക്കീരർ മുതലായ പഴയ കവികൾ പ്രയോഗിച്ചിട്ടുണ്ടെന്നും അത് മലയാളത്തിൽ ഉന്നു എന്ന രൂപത്തിൽ ഇന്നും നിലനിന്നു പോരുന്നുണ്ടെന്നും പുറനാനൂറ്റിൻ പഴമൈ എന്ന ഗ്രന്ഥത്തിൽ കാണുന്നതായി ഉള്ളൂർ പറയുന്നു. കന്നഡത്തിൽ ഇത് ഉത്തുവായും തെലുങ്കിൽ ഉദു, ഉച്ചു എന്നീ രൂപങ്ങൾ സ്വീകരിച്ചും കാണുന്നതായി ഉള്ളൂർ പറയുന്നു. 5ാമത്തെ പോയിന്റ്, ആയുധ എഴുത്തു ചെന്തമിഴിൽ പ്രത്യേകമായി സംസ്കൃതത്തിലെ വിസർഗത്തെ അനുകരിച്ചു കൂടിച്ചേർത്തതും പഴന്തമിഴിൽ ഇല്ലാത്തതും ആണ്. മലയാളത്തിൽ ആയുധ എഴുത്ത് പദ്യത്തിൽ പോലും പണ്ടും ഇന്നും ഇല്ല. ഈ എന്ന ഭൂതകാല പ്രത്യയത്തിനു യകാരാഗമം വന്ന ഇയ എന്ന രൂപമാണ് പണ്ട് തമിഴിൽ ഉണ്ടായിരുന്നത്. ന കാരാഗമം വന്ന ഇന എന്ന രൂപമാണ് ഇന്നത്തെ തമിഴിൽ പ്രായേണ പ്രയോഗിച്ചു കാണുന്നത്. എന്നാൽ ഇക്കാര്യത്തിൽ മലയാളം ഇന്നും പിന്തുടരുന്നത് പഴയ രൂപമാണ്. മലയാളം പഴകിയ, അടക്കിയ, തമിഴ് പഴകിന, അടക്കിന. ഓക്കെ. 7ാമത്തെ പോയിന്റ്, വരുവാൻ, പോകുവാൻ മുതലായ പദങ്ങളിലുള്ള ആൻ എന്ന പിൻവിനയ ച പ്രത്യയം പഴന്തമിഴിൽ ഉണ്ടായിരുന്നതും ഇന്നത്തെ തമിഴിൽ ഗ്രന്ഥഭാഷയിൽ മാത്രം അപൂർവമായി കാണുന്നതുമാണ്. എന്നാൽ മലയാളത്തിൽ ഇത് സർവ്വസാധാരണമായി പ്രയോഗിക്കുന്നു. 8ാമത്തെ പോയിന്റ്, മലയാളത്തിൽ പ്രയോഗിക്കുന്ന മതി എന്ന പദം പരണരുടെയും മറ്റു സംഘകൃതികളിൽ കാണുന്നുണ്ടെങ്കിലും പിൽക്കാലത്ത് ആ ഭാഷയിൽ ലുപ്തമായി പോയി. എന്നാൽ അത് മലയാളത്തിൽ ഇന്നും നിലനിൽക്കുന്നു. തെല്ല് മുതലായ പദങ്ങളും ഇക്കൂട്ടത്തിൽ ഉൾപ്പെട്ടതാണ്. നിന്റെ എന്ന അർത്ഥത്തിൽ നിൻ എന്നു മാത്രമേ മുൻകാലത്ത് തമിഴിൽ പ്രയോഗമുണ്ടായിരുന്നുള്ളൂ. ഉൻ എന്ന രൂപം പിന്നീട് വന്നതാണ്. മലയാളത്തിൽ നിൻ എന്ന പദം മാത്രമാണ് ഇന്നും പ്രയോഗിക്കുന്നത്. 10ാമത്തെ പോയിന്റ്, അതുപോലെ പൂർവ ഭാഷയിലെ ആയി, ആവും എന്നീ പ്രയോഗങ്ങൾ തമിഴിൽ ആകി, ആകും എന്നിങ്ങനെയാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ ഇക്കാര്യത്തിലും മലയാളം മൂലഭാഷയെ തന്നെയാണ് പിന്തുടരുന്നത്. കേരള പാണിനിയുടെ 6 നയങ്ങളിൽ ഉൾപ്പെടുന്ന അനുനാസികാദി പ്രസരവും തവർഗോപമർദ്ദവും അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാണെന്നും ചെന്തമിഴിന്റെ ആവിർഭാവത്തിനും മുൻപ് തന്നെ ഈ ഭേദങ്ങൾ ദക്ഷിണ ദ്രാവിഡ ഭാഷയിൽ വന്നു ചേർന്നിരുന്നു എന്നും അനുനാസിക പ്രധാനമായിരുന്ന ആ ഭാഷയിലെ പൂർവ്വരൂപങ്ങളെയാണ് മലയാളം പ്രദർശിപ്പിക്കുന്നതെന്നും കനക സഭൈപിള്ള അഭിപ്രായപ്പെടുന്നുണ്ട്. ഞണ്ട്, ഞാൻ, ഞായിറു മുതലായ പദങ്ങൾ ഇന്നും തമിഴിൽ നടപ്പുണ്ട്. അതിനാൽ ഐന്തു, അഞ്ചു, കുന്റു, കുന്നു, നരമ്പു, ഞരമ്പു എന്നീ പദദ്വയങ്ങളിൽ ഐന്തു, കുന്റു, നരമ്പു ഇവയാണ് പ്രാചീനങ്ങൾ എന്ന് ഖണ്ഡിച്ചു പറയാവുന്നതല്ല എന്ന് ഉള്ളൂർ അഭിപ്രായപ്പെടുന്നു. റ്റ എന്ന വർണ്ണത്തിന്റെ പഴയ ഉച്ചാരണം ഇന്നും ശരിയായി നിലനിർത്തി പോരുന്നത് മലയാളമാകുന്നു. തമിഴിൽ അത് ട്, റ എന്ന് മാറിപ്പോയിരിക്കുന്നു. നില, മഴை, വെയിൽ, ഇരുൾ എന്നീ പദങ്ങളോട് അത്തു എന്ന ഇടനില ചേരുമെന്നു
തൊൽക്കാപ്യത്തിൽ വിധിയുണ്ടെങ്കിലും ആ വിധി അനുസരിച്ചുള്ള പ്രയോഗങ്ങൾ ഇന്നും നടപ്പാക്കുന്നത് മലയാളത്തിൽ മാത്രമാണ്. തമിഴർക്ക് ഇന്നും കേട്ടാൽ പലപ്പോഴും നിഘണ്ടുവിന്റെ സഹായം കൂടാതെ മനസ്സിലാകാത്തവയും എന്നാൽ കേരളീയർക്ക് നിത്യോപയോഗത്തിൽ ഇരിക്കുന്നവയും തന്നിമിത്തം അനായാസേന ഗ്രഹിക്കാവുന്നതുമായ അനേകം പ്രാചീന പദങ്ങൾ പഴയ ചെന്തമിഴ് കൃതികളിൽ കാണുന്നുണ്ട്. ഉദാഹരണത്തിന് തുന്നക്കാരൻ, തുന്നൽക്കാരൻ, പീടികൈ, പീടിക, അങ്കാടി, അങ്ങാടി, പൊതി, ഭാണ്ഡം, പറ്റായം, പത്തായം, ഈടു, പണയം, അടയ്ക്ക, മൂരി, ചിറുക്കൻ, ചെറുക്കൻ, കളരി, തോണി, കുപ്പായം, ചിതൽ, പായൽ. നെക്സ്റ്റ് ഡോക്ടർ ഗോദവർമ്മയാണ്. തമിഴിൽ നിന്നും മലയാളമുണ്ടായി എന്ന വാദത്തെ ഡോക്ടർ ഗോദവർമ്മ അംഗീകരിക്കുന്നില്ല. മലയാളം ദ്രാവിഡ ഗോത്രത്തിൽ നിന്ന് പിരിഞ്ഞ് മലനാട്ടിൽ പ്രത്യേകങ്ങളായ പരിതസ്ഥിതികളിൽ വളർന്നിട്ടുള്ളതാണെന്ന് ആറ്റൂരിന്റെ അഭിപ്രായത്തെ ഗോദവർമ്മ അംഗീകരിക്കുന്നു. ഗോദവർമ്മയുടെ കേരള ഭാഷാവിജ്ഞാനീയം, കേരള ഭാഷാവിജ്ഞാനീയം ആരുടെയാണ്? ഗോദവർമ്മയുടെ. ഗോദവർമ്മയുടെ കേരള ഭാഷാവിജ്ഞാനീയം എന്ന കൃതിയിൽ ഭാഷോൽപത്തിയെ കുറിച്ചുള്ള അഭിപ്രായം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒരു ജീവൽ ഭാഷയുടെ പൂർവ്വരൂപം നിർണയിക്കുന്നതിന് ഗ്രന്ഥഭാഷയേക്കാൾ വ്യവഹാര ഭാഷയാണ് നാം ആധാരമാക്കേണ്ടതെന്ന് ഗോദവർമ്മ പറയുന്നു. എന്നാൽ വിദ്യാഭ്യാസ ഭാഷയുടെ ഭേദം കൊണ്ട് സാഹിത്യ ഗ്രന്ഥങ്ങളിലും രാജ്യഭരണ സംബന്ധമായ സ്ഥിതിവിശേഷങ്ങൾക്ക് വിധേയമായി പ്രചാരാധിക്യമുള്ള ഭാഷയിൽ വിന്യസ്തങ്ങളായിട്ടുള്ള ശിലാശാസനങ്ങളിലും ഗ്രന്ഥവരികളിലും മറ്റും യഥാർത്ഥമായ ദേശഭാഷയിൽ കാണാത്ത പല വ്യതിയാനങ്ങളും സംഭാവ്യങ്ങളാകയാൽ അവയെ ആസ്പദമാക്കി ഭാഷയുടെ പൂർവ്വരൂപം വിധി നിർണയം ചെയ്യുന്നത് മിക്കവാറും അസാധ്യമാണെന്ന് ഗോദവർമ്മ അഭിപ്രായപ്പെടുന്നു. അതിപ്രാചീനമായ കാലത്തിൽ പോലും കേരളത്തിലെ ഭാഷ മലയാളമായിരുന്നു എന്നല്ലാതെ തമിഴിന്റെ ഒരു ഉപശാഖയോ ആയിരുന്നു എന്ന് വിചാരിക്കുന്നത് അസംഗതമാണ് എന്നിങ്ങനെ അദ്ദേഹം പ്രസ്താവിക്കുന്നു. തമിഴും മലയാളവും എന്ന ശീർഷത്തിൽ അദ്ദേഹം ഇങ്ങനെ എഴുതി: മലയാളം മറ്റു ദ്രാവിഡ ഭാഷകളെക്കാൾ തമിഴിനോട് കൂടുതൽ ചാർച്ച പ്രദർശിപ്പിക്കുന്നതിനു കാരണം മലയാളത്തിനും തമിഴിനും സമാനമായ ഒരു പൂർവ്വദശയുണ്ടായിരുന്നു എന്നതിന്റെ ഫലമത്രേ. പിൽക്കാലത്തു രണ്ട് ഭാഷകളിലായി പിരിഞ്ഞതിനു ശേഷം വർണ്ണവികാര വിഷയകമായി തമിഴിലും മലയാളത്തിലും ചില വിഭിന്ന സ്വഭാവങ്ങൾ പ്രതിഷ്ഠ നേടിയിട്ടുണ്ടെന്നുള്ളത് വിസ്മരിക്കാവുന്നതല്ല. വർണ്ണവികാര വിഷയകമായി തമിഴിനും മലയാളത്തിനും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഒന്നാമത്തത്, മുൻവിനയച്ചങ്ങളുടെയും അമ്പ്, കാട്, പാട്ട് തുടങ്ങിയ നാമപദങ്ങളുടെയും കൊണ്ട് ഓട് തുടങ്ങിയ ഗതികളുടെയും മറ്റും ഒടുവിൽ ഉച്ചരിക്കപ്പെടുന്ന കേന്ദ്രീകൃത സ്വരത്തിന് മലയാളത്തിൽ തമിഴിൽ ഉള്ളതിനെ അപേക്ഷിച്ച് കുറച്ചുകൂടി തുറന്നുള്ള ഒരു നില ഉണ്ട്. 2. തമിഴിൽ പദാവസാനത്തിൽ ഉള്ള ഐകാരത്തിന് എതിരായി മലയാളത്തിൽ അകാരമാണ് കാണുന്നത്. തമിഴിൽ അനുനാസികമായ വ്യഞ്ജനത്തെ തുടർന്ന് പിന്നാലെ വരുന്ന കാരവും ചാകാരവും താകാരവും മലയാളത്തിൽ അനുനാസികമായ രൂപത്തിൽ അവസ്ഥാനം ചെയ്യുന്നതിന് പല ഉദാഹരണങ്ങളും ഉണ്ട്. മരങ്ങൾ = മരങ്ങൾ, മാങ്ങ = മാങ്ങ, കഞ്ചി = കഞ്ഞി. 4ാമത്തെ പോയിന്റ്, തമിഴിലും കർണാടകത്തിലും വ്യവഹാര ഭാഷയിൽ ഴ കാരത്തിന്റെ സ്ഥാനം കൂടി ളാകാരം അപഹരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. മലയാളത്തിലാകട്ടെ പ്രാചീനമായ ഴകാരം അതേ രീതിയിൽ തന്നെ വരമൊഴിയിൽ മാത്രമല്ല വാമൊഴിയിലും പുലർന്നു പോരുന്നു. 5ാമത്തെ പോയിന്റ്, തമിഴിൽ പടുക, കട്ടുക എന്നീ ധാതുക്കൾ ചേർന്നുള്ള രൂപങ്ങൾക്ക് എതിരായി മലയാളത്തിൽ പെടുക, കെട്ടു എന്നിങ്ങനെ ആ കാരത്തിന് കാരം വന്നിട്ടുള്ള രൂപങ്ങളാണ് സാധാരണമായി
നടപ്പിലിരിക്കുന്നത്. ഉദാഹരണം: അകപ്പെട്ടു, പുറപ്പെട്ടു, കെട്ടി. തമിഴിൽ പ്രതിഗ്രാഹിക പ്രത്യയാന്തരങ്ങളായി അവനെ, അവളെ, മരത്തെ എന്നിങ്ങനെ ഐകാരം ചേർത്ത് എഴുതപ്പെട്ടു പോരുന്ന രൂപങ്ങൾക്ക് മലയാളത്തിൽ അവനെ, അവളെ, എന്നെ, മരത്തെ എന്നിങ്ങനെ എകാരാന്തരമായുള്ള ഒരു രീതിയാണ് ഏർപ്പെട്ടിരിക്കുന്നത്. വസ്തുസ്ഥിതി നോക്കിയാൽ തമിഴിൽ പ്രതിഗ്രാഹിത പ്രത്യയം എയ് എന്നതാണെന്ന് വിശദീഭവിക്കും. ഏഴാമത്തെ പോയിന്റ്: പുരുഷ പ്രത്യയാന്തങ്ങളായ ക്രിയാരൂപങ്ങൾ വ്യവഹാര ഭാഷയിൽ നഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ദശയെയാണ് മലയാളം പ്രദർശിപ്പിക്കുന്നത്. എട്ടാമത്തെ പോയിന്റ്: കേൾക്കൂ, വരൂ, കൊടുക്കൂ എന്നിങ്ങനെ നിയോജക പ്രകാരത്തിലും കടയ്ക്കൽ നനച്ചാലേ തലയ്ക്കരം പൊടിക്കൂ, കൊടുത്താലേ കിട്ടൂ, കള്ളനെ കള്ളന്റെ അടവറിയൂ എന്നിങ്ങനെ അവധാരണാർത്ഥമായ എ എന്ന നിപാതം ചേർന്നുള്ള വാക്കിനോട് അന്വയിക്കുന്ന കൃതിയിലും മലയാളത്തിൽ കാണുന്ന ഈ ഊ തമിഴിൽ ഇല്ലെന്നു കാണാം. നിയോജക പ്രകാരത്തിന്റെ മധ്യമ ബഹുവചനത്തിൽ വരുവിൻ, വരിൻ, ഉണ്ണുവിൻ, ഉണ്ണിൻ എന്നിങ്ങനെ ഇൻ ചേർന്നുള്ള രൂപം മലയാളത്തിലല്ലാതെ തമിഴിൽ കാണാവുന്നതല്ല. അനുജ്ഞായക പ്രകാരത്തിൽ ചെയ്യലാം, വരലാം, ഇരിക്കലാം എന്നിങ്ങനെ തമിഴിലുള്ള രൂപങ്ങൾക്ക് എതിരായി ചെയ്യാം, വരാം, ഇരിക്കാം എന്നിങ്ങനെ ആം ചേർന്ന രൂപങ്ങളാണ് സാധാരണ വ്യവഹാരത്തിൽ മലയാളം പ്രദർശിപ്പിക്കുന്നത്. ദ്രാവി ഭാഷകളിൽ മലയാളവും തമിഴും തമ്മിൽ കൂടുതൽ അടുപ്പം പ്രകടിപ്പിക്കുമ്പോഴും വർണ്ണ വിഷയകരമായി തമിഴിനും മലയാളത്തിനും തമ്മിൽ ഏറെ വ്യത്യാസങ്ങളുണ്ട്. തമിഴിൽ നിന്നാണ് മലയാളം ഉണ്ടായതെന്ന് പറയുവാൻ വേണ്ടിയിടത്തോളം ലക്ഷ്യമില്ല. എത്ര തന്നെ പ്രാചീനമായ മലയാള രേഖയിലും മലയാളത്തിന് തമിഴ് മുതലായ മറ്റു ദ്രാവിഡ ഭാഷകളിൽ നിന്നും പ്രത്യേകമായ ഒരു വ്യക്തിത്വം തെളിഞ്ഞു കാണുക തന്നെ ചെയ്യുന്നു. വ്യവഹാര ഭാഷയുടെ പ്രാചീന ദശകങ്ങളെ മിക്കവാറും പരിരക്ഷിച്ചു പോരുന്ന ശൈലികൾ, പഴഞ്ചൊല്ലുകൾ, കടങ്കഥകൾ മുതലായവ മലനാട്ടു ഭാഷകളുടെ പ്രത്യേകതകളെ ഉദാഹരിക്കുവാൻ മറ്റേതിനേക്കാളും കൂടുതൽ പ്രഗത്ഭങ്ങളാണ് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. എന്നിങ്ങനെ മലയാളത്തിന്റെ പ്രാചീനതയെ വ്യക്തമാക്കുന്നതും മൂലദ്രാവിഡ ഭാഷാവാദത്തെ പിന്താങ്ങുന്നതും മറ്റു ജന്യവാദങ്ങളെ അംഗീകരിക്കാത്തതുമായ നിലപാടാണ് ഭാഷോൽപത്തിയുമായി ബന്ധപ്പെട്ട് ഗോദവർമ്മ മുന്നോട്ട് വയ്ക്കുന്നത്. C.L. ആന്റണി ഭാഷാ പഠനങ്ങൾ എന്ന വ്യാകരണ കൃതിയിൽ പ്രൊഫസർ C.L. ആന്റണി കേരള ഭാഷയുടെ ഉത്ഭവത്തെ സംബന്ധിച്ച് ഇപ്രകാരം രേഖപ്പെടുത്തുന്നു: മൂലദ്രാവിഡത്തിൽ നിന്നും തെലുങ്ക്, കന്നഡങ്ങൾ വേർപിരിഞ്ഞു പോയതിനു ശേഷം തമിഴ് മലയാളങ്ങളുടെ ഒരു പൂർവ്വദശ ഉണ്ടായിരുന്നു. ഇതിനെ പഴന്തമിഴ് അല്ലെങ്കിൽ പ്രോട്ടോ തമിഴ് എന്ന് വിളിക്കാം. ഈ പഴന്തമിഴിൽ നിന്നാണ് മലയാളവും ഇന്നത്തെ തമിഴും ഉണ്ടായത്. തമിഴ് ശാഖയിൽ സാഹിത്യ ഭാഷ വികസിപ്പിക്കുന്നതിന് മുമ്പുള്ള കാലമാണ് ഈ പഴന്തമിഴ് ഘട്ടം. AD 3-ാം നൂറ്റാണ്ടോടുകൂടി തമിഴിൽ സാഹിത്യ ഭാഷ രൂപം പ്രാപിച്ചു കഴിഞ്ഞു. ആയിനാൽ ക്രിസ്ത്വബ്ദ ആരംഭഘട്ടമായിരിക്കണം പഴന്തമിഴ് കാലം. ഈ കാലം മുതൽ മലനാട്ടു തമിഴ് അതിന്റെ വഴിക്കും ചോള പാണ്ഡിത്തമിഴുകൾ അതിന്റെ വഴിക്കും വികാസം ആരംഭിച്ചിരിക്കണം. ക്രിസ്ത്വബ്ദാരംഭ കാലഘട്ടത്തോടുകൂടി പഴന്തമിഴിൽ നിന്നു സംഭാഷണ തലത്തിൽ മലനാട്ടു തമിഴ് ഉരുത്തിരിഞ്ഞുവെന്നും സ്വന്തം പ്രത്യേകതകളെല്ലാം ദേശഭേദമനുസരിച്ച് അതിൽ കൂടിയും കുറഞ്ഞും ക്രമേണ വികസിച്ചുവെന്നും ഉള്ള സിദ്ധാന്തമാണ് മലയാള ഭാഷയുടെ ഉൽപ്പത്തിയെ സംബന്ധിച്ച് ശാസ്ത്ര സമ്മതമാകുന്നു എന്നിങ്ങനെ ഭാഷോത്ഭവം വ്യക്തമാക്കുന്ന C.L. ആന്റണി ഭാഷയുടെ സംക്രമണ കാലഘട്ടം വ്യക്തമാക്കുന്നു. സംഭാഷണ തലത്തിൽ പഴന്തമിഴിൽ നിന്നും മലയാളം വേർതിരിഞ്ഞ് വികസിച്ചിരിക്കാമെങ്കിലും ഏറെക്കാലത്തേക്ക് സാഹിത്യഭാഷ ചെന്തമിഴോ സംസ്കൃതമോ ആയിരുന്നു. തമിഴ്നാടുമായുള്ള ബന്ധം തമിഴിന്റെ പ്രാമാണ്യത്തിനും ആര്യന്മാരുമായുള്ള ബന്ധം സംസ്കൃതത്തിന്റെ ഉത്കർഷത്തിനും കാരണമായി.
കൊല്ലവർഷാരംഭത്തോടെ ചോള രാജ്യത്തോടുള്ള ബന്ധം ശിഥിലമായി. അതിന്റെ ഫലമായി രാജഭാഷയായ ചെന്തമിഴിലേക്ക് വ്യവഹാര ഭാഷ നുഴഞ്ഞു കയറുവാൻ തുടങ്ങുകയും വ്യവഹാര ഭാഷ ക്രമേണ ചെന്തമിഴിനെ അടിമപ്പെടുത്തുകയും ചെയ്തു. പിന്നീട് സംസ്കൃതത്തിന്റെ ആക്രമണത്തിന് വിധേയമായ ഭാഷ സംസ്കൃതത്തെയും തോൽപ്പിച്ചുകൊണ്ട് വ്യക്തിത്വം നേടുകയാണ് ഉണ്ടായതെന്ന് പ്രൊഫസർ C.L. ആന്റണി അഭിപ്രായപ്പെടുന്നു. AD 9-ാം നൂറ്റാണ്ട് വരെയുള്ള കാലത്തെ പരതന്ത്ര ഘട്ടമെന്നും 9 മുതൽ 17 വരെയുള്ള നൂറ്റാണ്ടുകളെ സംക്രമണ ഘട്ടമെന്നും 17-നു ശേഷം സ്വതന്ത്ര ഘട്ടമെന്നും ഇദ്ദേഹം തിരിക്കുന്നു. ഇതാണ് C.L. ആന്റണിയുടെ ഭാഷാ സംക്രമണവാദം. നെക്സ്റ്റ് ഡോക്ടർ K.M. ജോർജ്. ദ്രാവിഡ ഗോത്രത്തിൽ നിന്ന് പിരിഞ്ഞ് കേരളത്തിലെ പ്രത്യേക പരിതസ്ഥിതികളിൽ രൂപം കൊണ്ട് വളർന്നതും തമിഴ്, തെലുങ്ക്, കന്നഡം എന്നീ ഭാഷകളെ പോലെ വ്യക്തിത്വവും അതിൽ കുറയാത്ത പ്രാചീനതയും അവകാശപ്പെടാവുന്നതുമായ ഒരു ഭാഷയാണ് മലയാളം എന്ന് ഭാഷോൽപത്തിയെക്കുറിച്ച് സാഹിത്യ ചരിത്രം പ്രസ്ഥാനങ്ങളിലൂടെ എന്ന കൃതിയിൽ മലയാള ഭാഷയുടെ വ്യക്തിത്വവും പ്രാചീനതയും എന്ന അധ്യായത്തിൽ ഡോക്ടർ K.M. ജോർജ് അഭിപ്രായപ്പെടുന്നു. ഇതിനായി ഇദ്ദേഹം നിരത്തുന്ന യുക്തികളും തെളിവുകളും ഇപ്രകാരം സംഗ്രഹിക്കാം. ഒന്നാമത്തെ യുക്തി, ഭാഷയുടെ ജന്മഹേതു. ഒരു ഭാഷ മൂലകുടുംബത്തിൽ നിന്ന് വേർപെട്ട് വളരെ കഴിഞ്ഞ ശേഷമേ മറ്റൊന്നായി അത് പരിവർത്തനം ചെയ്യുന്നുള്ളൂ. അതുവരെ സ്വന്തമായ അസ്തിത്വം ഭാഷയ്ക്കുണ്ടായിരിക്കില്ല. മൂലഭാഷ ആദ്യം ഭാഷാഭേദങ്ങളായും പിന്നീട് വിഭിന്ന ഭാഷകളായും തീരുന്നത് ഏറിയ കൂറും ഭൂമിശാസ്ത്രപരമായ കാരണങ്ങളാലാണ്. സഹ്യപർവ്വതവും അറബിക്കടലും കേരളത്തിൽ കുടിയേറി പാർത്ത ജനങ്ങളെ മറ്റുള്ളവരിൽ നിന്നും കുറച്ച് അകറ്റി നിർത്തി. നിരന്തരമായ സമ്പർക്കത്തിന് തടസ്സമുണ്ടാകുമ്പോൾ ഭാഷയിൽ പ്രത്യേകതകൾ പൊട്ടിക്കിളിർത്ത് ഭാഷാഭേദങ്ങളായി പരിണമിക്കുന്നു. തമിഴ് എന്ന നിലയിൽ വ്യാകരണ സ്വരൂപം ശരിക്കും ഉറച്ചത് ക്രിസ്തു വർഷാരംഭത്തിനടുത്താണെന്നാണ് പണ്ഡിതാഭിപ്രായം. അതിന് അനേകം ശതവർഷങ്ങൾ മുമ്പ് മലനാട്ടിൽ മനുഷ്യവാസമുണ്ടായിരുന്നതിന് ഏറെ തെളിവുണ്ട്. അതിനാൽ മലനാട്ടുവാസിയായ ദ്രാവിഡന്റെ പൂർവ്വ ദ്രാവിഡ ഭാഷയാണ് മലയാളം എന്ന വ്യവഹാര ഭാഷയായി പരിണമിച്ചതെന്ന് ഗണിക്കുകയാണ് ഭാഷാഗമ സിദ്ധാന്തത്തിന് യോജിച്ചതെന്ന് അദ്ദേഹം വാദിക്കുന്നു. ലീലാതിലകം. രണ്ടാമത്തത് ലീലാതിലകം. മലയാള ഭാഷയുടെ വ്യക്തിത്വത്തെ സ്പഷ്ടമാക്കുന്ന പല പ്രസ്താവനകളും ലീലാതിലകത്തിലുണ്ട്. തമിഴ് മണി, സംസ്കൃത പവിഴം, കോർക്കിന്റേൻ, വർത്തമാന ചെന്നൂന്മേൽ എന്നതിൽ തമിഴ് എന്നതുകൊണ്ട് കേരള ഭാഷയെയാണ് സൂചിപ്പിക്കുന്നത്. കൂടാതെ കേരളീയരെയും ദ്രാവിഡരെന്ന് പറയാമെന്നുള്ളതുകൊണ്ട് അവരുടെ ഭാഷയ്ക്ക് ദ്രാവിഡ പദത്തിന്റെ അപഭ്രംശമായ തമിഴ് എന്നു പേര് പറയുന്നു എന്ന് സമർത്ഥിക്കുകയും ചെയ്യുന്നു. പ്രസ്തുത സന്ദർഭത്തിൽ കേരള ഭാഷയുടെ വ്യക്തിത്വം കാണിക്കാൻ ലീലാതിലകകാരൻ 14 ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. കേരള പാണിനി 6 നയങ്ങളിലായി ചൂണ്ടിക്കാണിച്ച മിക്ക വ്യത്യാസങ്ങളും 14-ാം നൂറ്റാണ്ടിൽ തന്നെ ലീലാതിലകകാരൻ സൂചിപ്പിച്ചതിൽ നിന്നും അന്ന് മലയാളത്തിന്റെ വ്യാകരണം അത്രയ്ക്ക് ഉറച്ചെന്ന് മനസ്സിലാക്കാം. തമിഴ് എന്ന പ്രയോഗം സാമാന്യവാചിയായിട്ടാണ് അദ്ദേഹം പ്രയോഗിക്കുന്നത്. ലീലാതിലക കാലത്തിനു വളരെ മുമ്പ് തന്നെ സംസ്കൃതത്തോട് ചേരത്തക്ക യോഗ്യത ലഭിക്കത്തക്കവണ്ണം കേരള ഭാഷ വളർന്നിരുന്നു എന്നും ഇതിൽ നിന്നും ഗ്രഹിക്കാം. കേരളത്തിലെ തമിഴർ. കേരളത്തിൽ നാനാഭാഗങ്ങളിലായി വീട്ടിൽ തമിഴും വെളിയിൽ മലയാളവും സംസാരിക്കുന്നവരുണ്ട്. 8-ാം ശതകത്തിനും 10-ാം ശതകത്തിനും ഇടയ്ക്ക് ഭട്ടർ സമൂഹം കേരളത്തിൽ പ്രവേശിച്ചിരുന്നതായി M. ശ്രീനിവാസ അയ്യങ്കാർ അഭിപ്രായപ്പെടുന്നു. കൂടാതെ വി. നാഗമയ്യ എഴുതിയ തിരുവിതാംകൂർ സ്റ്റേറ്റ് മാനുവലിൽ അവിടെയുള്ള അനേകം ജാതികളെ കുറിച്ച് പരാമർശിക്കുമ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് വന്ന തട്ടാൻ, തച്ചൻ, കമ്മാളൻ, കന്നാൻ, കൽ തച്ചൻ എന്നിവരെ കുറിച്ച് പറയുന്നു. ഇവരുടെ എല്ലാം പൂർവികന്മാർ കുടിയേറി പാർത്ത കാലത്ത് കേരളത്തിലെ ഭാഷയും അവരുടെ ഭാഷയും ഒന്നു തന്നെ തമിഴ് ആയിരുന്നെങ്കിൽ 2 തരത്തിലുള്ള പരിണാമങ്ങൾ സംഭവിക്കുവാൻ നിവൃത്തിയില്ല. അതിനാൽ 10-ാം ശതകത്തിന് മുമ്പെയുള്ള ചോള ഭാഷയും കേരള ഭാഷയും രണ്ടായിരുന്നു എന്ന നിഗമനത്തിൽ നാം എത്തുന്നു.
പഴഞ്ചൊല്ലുകളും ശൈലികളും. മലയാളത്തിലും തമിഴിലും ഉള്ള ഏതാനും പഴഞ്ചൊല്ലുകളെ താരതമ്യം ചെയ്തതിൽ നിന്നും മനസ്സിലാക്കുന്ന വസ്തുതകൾ ഇവയാണ്. ഒരേ ആശയവും ഒരേ ആവിഷ്കാര സമ്പ്രദായവുമുള്ള പഴഞ്ചൊല്ലുകൾ തമിഴിലും മലയാളത്തിലും ധാരാളമുണ്ട്. ഭാഷയിൽ മാത്രമേ കുറച്ചു വ്യത്യാസമുള്ളൂ. ഒരേ ആശയവും വിഭിന്നമായ ആവിഷ്കാര സമ്പ്രദായവുമുള്ള പഴഞ്ചൊല്ലുകളുമുണ്ട്. ആശയവും ആവിഷ്കാര സമ്പ്രദായവും വ്യത്യസ്തമായിട്ടുള്ള വിഭാഗവുമുണ്ട്. ഈ വകുപ്പുകളിലെല്ലാം ധാരാളമായി പഴഞ്ചൊല്ലുകൾ ഉള്ളതിനാൽ രണ്ടു ഭാഷകൾക്കും പഴയ കാലം മുതലേ സ്വതന്ത്രമായ വളർച്ചയുണ്ടായിരുന്നു എന്ന് വ്യക്തമാകുന്നു. വ്യാകരണപരമായ കാര്യങ്ങളിൽ മലയാളം പഴഞ്ചൊല്ലുകൾ തമിഴിനോട് ഒരു തരത്തിലും കൂടുതൽ സാമീപ്യമുള്ളവയായും കാണുന്നില്ല. ഇന്നത്തെ വാക്യഘടനയോട് എല്ലാവിധത്തിലും പൊരുത്തമുള്ള ഒരു രീതി പഴഞ്ചൊല്ലുകളിൽ കാണുന്നു എന്നത് മലയാള ഭാഷയുടെ പ്രാചീനതയെ തെളിയിക്കുന്ന പ്രധാനപ്പെട്ട ഘടകമാണ്. അഞ്ചാമത്തത് ശാസനങ്ങൾ. 13ാം ശതകം വരെ കേരളത്തിൽ ഉണ്ടായിട്ടുള്ള ശാസനങ്ങളിൽ ഏതാനും മലയാളം ശാസനങ്ങളും ഉണ്ട്. തിരുവനന്തപുരം മ്യൂസിയം പ്ലേറ്റ്, മലയാളം ലിപിയിലുള്ള ആറ്റൂർ ശാസനം, ചാത്തന്നൂർ ശാസനം ഇവ ഉദാഹരണമാണ്. തമിഴിന്റെയും സംസ്കൃതത്തിന്റെയും സ്വാധീന ശക്തി അല്പമൊക്കെ ഭാഷയിൽ കാണുന്നുണ്ട്. ആറാമത്തത് സർവനാമ ചിഹ്നങ്ങളുടെ അഭാവം. അവൻ വന്താൻ, അവൾ വந்தாள், നീങ്കൾ വന്തീർ എന്നിങ്ങനെ തമിഴിൽ ഓരോ സർവനാമത്തിനും ചേരുന്ന ഓരോ ക്രിയാരൂപമുണ്ട്. മലയാളം ഒഴിച്ചുള്ള മറ്റെല്ലാ ദ്രാവിഡ ഭാഷകളിലെയും സ്ഥിതി ഇതുതന്നെയാണ്. മലയാളത്തിൽ ക്രിയ ഏകരൂപമായി നിൽക്കുന്നു. സർവനാമ ചിഹ്നങ്ങളുടെ ഈ അഭാവത്തെയാണ് കേരളപാണിനി മലയാളത്തിലെ പുരുഷഭേദ നിരാസം എന്ന് വിവരിക്കുന്നത്. മൂല കുടുംബത്തിൽ പുരുഷ പ്രത്യയങ്ങൾ ചേർക്കുന്ന സമ്പ്രദായം സാമാന്യമായി നിരക്കുന്നതിന് മുമ്പ് മലയാളം അവിടെ നിന്നു പിരിഞ്ഞു. പദ്യ സാഹിത്യത്തിൽ അങ്ങിങ്ങായി കാണുന്ന പ്രയോഗങ്ങൾ തമിഴ് സാഹിത്യത്തിൽ നിന്നും ലഭിച്ച ഒരു കൃത്രിമതയാണ്. അതിനാൽ പുരുഷഭേദ നിരാസം എന്ന് പറയപ്പെടുന്ന വ്യാകരണ വ്യവസ്ഥ ഒരു നിരാസമല്ല, ഭാഷയുടെ പ്രാചീനതയെ തെളിയിക്കുന്ന ഒരു അഭാവം മാത്രമാണ്. ഏഴാമത് പോയിന്റ്, ഭാഷയിലെ സംസ്കൃത പ്രഭാവം. ദ്രാവിഡ ഭാഷകളിൽ സംസ്കൃത പ്രഭാവം ഏറ്റവും കൂടുതൽ കാണുന്ന ഭാഷയാണ് മലയാളം. ഇതിനു കാരണങ്ങൾ പലതാണ്. ഒന്ന്, മലയാളത്തിന്റെ സ്വീകാര്യ സന്നദ്ധത. രണ്ടാമതായി, മറ്റു ദ്രാവിഡ ഭാഷകളോളം സമ്പുഷ്ടമല്ലാതിരുന്ന അവസ്ഥയിൽ സംസ്കൃതത്തെ സ്വാഗതം ചെയ്യാൻ കൂടുതൽ താല്പര്യം ഭാഷ പ്രദർശിപ്പിച്ചിരിക്കാം. AD 5ാം ശതകത്തിനപ്പുറമാണ് ദ്രാവിഡ ഭാഷകളിൽ സംസ്കൃതത്തിന്റെ സ്വാധീന ശക്തി ഗണ്യമായി കാണുന്നത്. മലയാളം ഈ കാലഘട്ടത്തിന് ശേഷമാണ് തമിഴിൽ നിന്ന് ഒരു ഉപശാഖയായി പിരിഞ്ഞതെങ്കിൽ തമിഴിനെ പോലെ മലയാളവും സംസ്കൃതത്തെ വർജിച്ചു കഴിയുമായിരുന്നു. എന്നാൽ ഒരു സാഹിത്യ ഭാഷ എന്ന നിലയിൽ വലിയ വളർച്ച പ്രാപിക്കുന്നതിന് മുമ്പേ മലയാളം സംസ്കൃതവുമായി സമ്മേളിച്ചു എന്ന് വിചാരിക്കേണ്ടിയിരിക്കുന്നു. അതായത് പൂർവ്വ ദ്രാവിഡ ഭാഷ തമിഴ്, കന്നഡം എന്നിങ്ങനെ രൂപം പ്രാപിച്ചു വികസിച്ചതിന് മുമ്പ് മലയാളം വേർതിരിഞ്ഞുവെന്നതിന് സംസ്കൃത പ്രഭാവവും ഒരു ചൂണ്ടുപലകയാണ്. വർണ്ണ വിഷയകമായ പരിഗണന. മലയാളവും തമിഴും തമ്മിൽ വർണ്ണ വിഷയകമായി പല വ്യത്യാസങ്ങളുമുണ്ട്. മിക്ക വ്യത്യാസങ്ങളിലും മലയാളത്തിന്റെ നിലയാണ് പ്രാചീനമെന്ന് തെളിയിക്കാൻ കഴിയും. മലൈ, തലൈ എന്ന് തമിഴിൽ ഐകാരം ചേർക്കുന്നിടത്ത് മലയാളം മല, തല എന്നിങ്ങനെ അകാരാന്തമായി നിർത്തുന്നു. പൂർവ്വരൂപം അകാരമെന്ന് തെളിയിക്കാൻ കഴിയും. വർത്തമാനകാല ചിഹ്നം കുറിക്കുന്ന ഉന്തു പഴയ തമിഴിലും അല്പം രൂപഭേദത്തോടുകൂടി ഉന്നു ഇന്നത്തെ മലയാളത്തിലും ഉണ്ട്. ഉത്തു എന്ന് പഴയ കന്നഡത്തിലും ഉദു എന്ന് പഴയ തെലുങ്കിലും കാണുന്നത് ഈ പ്രത്യയം തന്നെയാണ്. ഇന്നും പൂർവ്വരൂപം സംരക്ഷിച്ചു വരുന്നത് മലയാളം മാത്രമാണ്. തൊൽക്കാപ്യത്തിലെ ചില വ്യാകരണ വ്യവസ്ഥകൾ മലയാളത്തിൽ കാണാൻ കഴിയും. അത്ത് എന്ന ഇടനില ചേർത്തുകൊണ്ട് വെയിലത്ത്, മഴയത്ത് എന്നിങ്ങനെയുള്ള പ്രയോഗം മലയാളത്തിൽ സർവ്വസാധാരണമാണ്. ഇന്നത്തെ തമിഴിൽ ഇല്ല. പൂർവ്വരൂപങ്ങളിൽ പലതും ഇന്ന് മലയാളമാണ് സംരക്ഷിച്ചു വരുന്നത് എന്നതിൽ മറ്റൊരു തെളിവിനായി ഇതിനെ ഗണിക്കാം. നെക്സ്റ്റ് പോയിന്റ്, കുളിക്കാൻ, പോകാൻ എന്നിങ്ങനെയുള്ള പ്രയോഗങ്ങളിലെ
ആൻ പ്രത്യയം മലയാളത്തിൽ പ്രയോഗിച്ചു വരുന്നുണ്ട്. ഇത് തമിഴിൽ വളരെ ദുർലഭമായി സാഹിത്യ ഭാഷയിൽ കാണുമെന്നല്ലാതെ സംഭാഷണ ഭാഷയിൽ ഇല്ല. തമിഴിൽ നശിച്ചുപോയ ഈ പ്രത്യയം മലയാളം ഇന്നും പുലർത്തി വരുന്നു. ട എന്ന വർണ്ണത്തിന്റെ പഴയ ഉച്ചാരണം ശുദ്ധമായ നിലയിൽ ഇന്നും നിലനിർത്തി പോരുന്നത് മലയാളമാകുന്നു. ഇരട്ടിക്കുമ്പോൾ ഖാരവും ഖാരവും ചേർത്താണ് തമിഴിൽ ഇന്നുള്ള പ്രയോഗം. ഇതുപോലെ ഴാകാര ഖാരങ്ങൾക്കും ശുദ്ധമായ ഉച്ചാരണ വ്യവസ്ഥ മലയാളത്തിൽ തന്നെയാണ് കാണുന്നത്. ചില പ്രാചീന പദങ്ങൾ കേരളത്തിൽ നിത്യോപയോഗത്തിലിരിക്കുന്നവയും തമിഴർക്ക് സാധാരണഗതിയിൽ മനസ്സിലാകാത്തവയും എന്നാൽ പ്രാചീന തമിഴ് സാഹിത്യത്തിൽ പ്രയോഗിച്ചിട്ടുള്ളവയുമായ ചില പദങ്ങളുമുണ്ട്. കാണം, പീടിക, വിളി, പുഴുക്ക, ഒരുപാട്, നേരിതു, പനി, പള്ളി, പുലരി, ചാവേർ, നീട്ട് എന്നിവ ഉദാഹരണം. 10ാമത്തെ പോയിന്റ്, സ്വതന്ത്ര സംസ്കാരം. അനേകം നൂറ്റാണ്ടുകൾ സ്വതന്ത്രമായി കഴിഞ്ഞുകൂടിയ ഒരു സമുദായമാണ് കേരളീയർ എന്നതിന് ധാരാളം തെളിവുകളുണ്ട്. മലയാളിയുടെ വസ്ത്രധാരണവും ദായക്രമവും ആചാരങ്ങളും കലാപ്രകടനങ്ങളും പയറ്റുമുറകളും ചികിത്സാ രീതികളും മറ്റു പല കാര്യങ്ങളും വ്യക്തിത്വമുള്ള ഒരു സംസ്കാരത്തിന്റെ ചില പ്രതിഫലനങ്ങൾ മാത്രമാണ്. അങ്ങനെ സ്വതന്ത്രമായി വളർന്നു വന്ന ഒരു ജനതയ്ക്ക് സ്വതന്ത്രമായ ഒരു ഭാഷ ഇല്ലാതിരിക്കുകയില്ല. ഈ ജനത 30ഓ അതിലധികമോ ശതവർഷങ്ങളിലായി ക്രമേണ വളർത്തിക്കൊണ്ടുവന്ന ഒരു വ്യവഹാര ഭാഷയാണ് മലയാളം. FW എല്ലിസ് ദ്രാവിഡ ഗോത്ര പഠനത്തിനും മലയാള പഠനത്തിനും നൽകിയ സംഭാവനകൾ എന്തൊക്കെയാണ് നമുക്ക് ചർച്ച ചെയ്യാം. ഒന്നാമത്തത്, ഏതാണ്ട് 23 കൊല്ലത്തോളം ഇന്ത്യയിലുണ്ടായ FW എല്ലിസ് മദ്രാസ് സെന്റ് ജോർജ് കോളേജിൽ പ്രിൻസിപ്പൽ ആയിരിക്കെ വിദേശികളായ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരെ പ്രാദേശിക ഭാഷയായ തമിഴ് ശാസ്ത്രീയമായി പഠിപ്പിക്കുക എന്ന ഉത്തരവാദിത്തമാണ് ഉണ്ടായിരുന്നത്. വിദ്യാർത്ഥികളെ ശാസ്ത്രീയമായി തമിഴ് പഠിപ്പിക്കുന്നതിനായി എല്ലാ ദക്ഷിണേന്ത്യൻ ഭാഷകളെയും എല്ലിസ് പഠന വിധേയമാക്കി. ഒപ്പം സംസ്കൃതവും അദ്ദേഹം പഠന വിധേയമാക്കി. ദക്ഷിണേന്ത്യൻ ഭാഷകളോടൊപ്പം തന്നെ സംസ്കൃത ഭാഷയിലും തികഞ്ഞ പാണ്ഡിത്യം എല്ലിസിനുണ്ടായിരുന്നു. തമിഴ്, തെലുങ്ക്, കന്നഡം, മലയാളം എന്നീ പ്രമുഖ ദ്രാവിഡ ഭാഷകളിലെല്ലാം ആഴത്തിൽ പഠിച്ച ഭാഷാശാസ്ത്ര വിദഗ്ധനായിരുന്നു ഫ്രാൻസിസ് വൈറ്റ് എല്ലിസ്. നവീന ഭാഷാശാസ്ത്ര വീക്ഷണത്തിൽ നിന്നുകൊണ്ട് ദക്ഷിണേന്ത്യൻ ഭാഷകളെ ആദ്യമായി പഠന വിധേയമാക്കിയ പണ്ഡിതനാണ്. 3ാമത്തെ പോയിന്റ്, ദ്രാവിഡ ഭാഷകളെ കുറിച്ച് പഠിച്ച ആദ്യത്തെ താരതമ്യാത്മക വ്യാകരണ പണ്ഡിതനാണ് എല്ലിസ്. ഇക്കാരണത്താൽ താരതമ്യാത്മക ദ്രാവിഡ ഭാഷാശാസ്ത്രത്തിന്റെ പിതാവ് എന്ന് അദ്ദേഹം അറിയപ്പെടുന്നു. മലയാള ഭാഷ സംസ്കൃതത്തിൽ നിന്ന് ഉത്ഭവിച്ചു എന്ന വിശ്വാസമാണ് എല്ലിസിന്റെ പഠനങ്ങൾക്ക് മുമ്പ് വരെയും പൊതുവെ ഉണ്ടായിരുന്നത്. എന്നാൽ മലയാളത്തെയും സംസ്കൃതത്തെയും ആഴത്തിൽ പഠന വിധേയമാക്കിയ എല്ലിസ് മലയാളം സംസ്കൃതജന്യമാണെന്ന മുൻധാരണ തിരുത്തി. 5ാമത്തെ പോയിന്റ്, തമിഴ്, തെലുങ്ക്, കന്നഡം, മലയാളം എന്നീ ഭാഷകൾ സംസ്കൃത ഭാഷയിൽ നിന്ന് ഉത്ഭവിച്ചതല്ലെന്നും എന്നാൽ സംസ്കൃത ഭാഷയുമായുള്ള ദൃഢബന്ധത്തിന്റെ ഫലമായി ഈ ഭാഷകളിൽ ചിലതിന് പിൻകാലത്ത് ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്നും എല്ലിസ് കണ്ടെത്തി. 6ാമത്തെ പോയിന്റ്, ലോകത്ത് മറ്റൊരു ഭാഷയോടും ഇല്ലാത്ത ആത്മബന്ധം മലയാളത്തിന് തമിഴിനോടും ഉണ്ടെന്ന് എല്ലിസ് കണ്ടെത്തി. മലയാളത്തിന്റെ ആഴമുള്ള വേരുകൾ തമിഴിൽ കണ്ടെത്താമെന്നും എല്ലിസ് പ്രഖ്യാപിച്ചു. ഇത്തരത്തിൽ മലയാളവും തമിഴും തമ്മിൽ ദൃഢമായ ബന്ധമാണ് ഉള്ളതെന്ന് എല്ലിസ് ഉറപ്പിച്ചു പറഞ്ഞു. 7ാമത്തെ പോയിന്റ്, ദ്രാവിഡ ഭാഷകളെ അടിസ്ഥാനമാക്കിയുള്ള 2 പ്രധാനപ്പെട്ട പ്രബന്ധങ്ങളാണ് എല്ലിസിന്റെ സംഭാവനയായി ലഭിച്ചിട്ടുള്ളത്. 1815 അദ്ദേഹം തെലുങ്ക് ഭാഷയെ തമിഴ്, കന്നഡ ഭാഷകളുമായി താരതമ്യ പഠന വിധേയമാക്കി എഴുതിയ പ്രബന്ധമാണ് ഒന്നാമത്തേത്. എ ഡിസേർട്ടേഷൻ ഓൺ ദി മലയാളം ലാംഗ്വേജ് എന്ന പ്രബന്ധമാണ് അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ സംഭാവന. 8ാമത്തെ പോയിന്റ്, ദക്ഷിണേന്ത്യൻ ഭാഷകൾ ഒരു പ്രത്യേക ഗോത്രത്തിൽ പെട്ടവയാണെന്ന് ആദ്യമായി കണ്ടെത്തിയത് എല്ലിസ് ആയിരുന്നു. ഈ ഗോത്രത്തിന് ദ്രാവിഡ ഗോത്രം എന്ന് നാമകരണം ചെയ്തതും എല്ലിസ് ആണ്. എ ഡിസേർട്ടേഷൻ ഓൺ ദി മലയാളം ലാംഗ്വേജ് എന്ന ഗ്രന്ഥത്തിൽ മലയാള ഭാഷ തമിഴ് ജന്യമാണ് അദ്ദേഹം വാദിക്കുന്നു.
മലയാള ഭാഷയുടെ ഉത്ഭവത്തെ സംബന്ധിച്ച് ആദ്യമായി നടത്തിയ ശാസ്ത്രീയ പഠനമാണ് പ്രസ്തുത പ്രബന്ധം. 10ാമത്തെ പോയിന്റ്, ശരിയായ തമിഴ്, കൊടുന്തമിഴ്, മലനാട്ടു തമിഴ് എന്നിങ്ങനെ തമിഴിന്റെ 3 ഉപഭാഷകളിലെ പദങ്ങളെ താരതമ്യ വിധേയമാക്കുകയാണ് എല്ലിസ് ചെയ്തത്. ഇപ്രകാരം താരതമ്യ പഠനത്തിന് വിധേയമാക്കിയ എല്ലിസ് കൊടുന്തമിഴിന്റെ പല രൂപഘടകങ്ങളെയും മലനാട്ടു തമിഴിൽ കണ്ടെത്തുകയും ചെയ്തു. ഓക്കെ, ഇതോടുകൂടി യൂണിറ്റ് 1-ലെ 1-ാം ഭാഗം കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് തമിഴും യൂണിറ്റ് 1 പാർട്ട് 2-ലെ തമിഴും മലയാളവും തമ്മിലുള്ള ബന്ധം, കേരള പാണിനിയുടെ 6 നയങ്ങളാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒത്തിരി വന്ന ടോപ്പിക്കാണ്. അത് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ബൈ.